ചില കള്ളന്മാരുടെ സ്വഭാവം എങ്ങനെയാണെന്ന് നോക്കൂ. അവരെന്തെങ്കിലും സാധനം കണ്ടാൽ അതിനെടുത്ത് പോക്കറ്റിലിടും. ആരെങ്കിലും അതുവഴി പോകുന്നുണ്ടാകും. ചിലപ്പോഴൊരു പയ്യൻ ഓടുകയായിരിക്കും. എന്നിട്ട് കള്ളൻ 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 എന്റെ സാധനം കൊണ്ടുപോയി എന്ന് പറയും. അവിടെയുള്ള ആളുകളും സാധനം നഷ്ടമായവനും പറയും എന്റേത് നഷ്ടപ്പെട്ടുപോയെന്ന്. വേറെ ആരെങ്കിലും ഓടുന്നുണ്ടാകും. ശരിക്കും മോഷ്ടിച്ചാൾ ഇവിടെ തന്നെ ഉണ്ടാകും. എല്ലാവരും നല്ലപോലെ ഒച്ച വയ്ക്കുന്നുണ്ട്, കള്ളൻ കള്ളൻ എന്ന് വിളിച്ച്. ഇവരെ ഞാൻ പോക്കലടിക്കാരെന്ന് പറയില്ല, കാരണം അവർക്ക് നൽകുന്ന ചെറിയ പേരായി പോവും. എന്നാൽ ഞാനൊരു ഉദാഹരണം തന്നെ പറഞ്ഞു മനസ്സിലാക്കാം. അവരവരുടെ കളി കളിക്കാൻ വേണ്ടി ബഹളമുണ്ടാക്കുകയാണ്. മോദി ഭരണഘടന മാറ്റിയെഴുതി, മോദി ഭരണഘടന മാറ്റിയെഴുതി എന്നൊക്കെ പറയും. ഞാൻ അങ്ങനെ ഒരിക്കലും പറഞ്ഞിട്ടില്ല, ഒരിക്കലും ചിന്തിച്ചിട്ട് പോലുമില്ല. എന്താണോ ഭരണഘടനയിൽ എഴുതിയിട്ടുള്ളത് അത് ജനങ്ങളിലേക്ക് എത്തണം. ഈ കൂട്ടർ മൈനോറിറ്റിയുടെ പേരിൽ കളിക്കുന്ന കളികൾ ഭരണഘടന മാറ്റാൻ വേണ്ടിയുള്ളതാണ്. അതുകൊണ്ടാണ് ആവശ്യമില്ലാതെ ശബ്ദമുണ്ടാക്കുന്നത്. നിങ്ങളുടെ ചെവിയിൽ ഇത് മാത്രം കേട്ടാൽ മതി, അപ്പോഴവർക്ക് വേറൊരു വഴിയിൽ കൂടി മോഷണം നടത്താമല്ലോ. അതെ, അവരാണ് ചെയ്യുന്നത്. അവർക്ക് ജാതിയുടെ അടിസ്ഥാനത്തിൽ സംവരണം നൽകണം. ഒപ്പം ഭരണഘടനയുടെ അടിസ്ഥാനത്തിൽ എങ്ങനെ ലാഭം നേടാം. അവരുടെ ചിന്ത മുഴുവൻ ഭരണഘടന മാറ്റിയെഴുതുന്നതാണ്. ഭരണഘടന എഴുതിയവർ മാസങ്ങളോളം തന്നെ ചർച്ച ചെയ്തിരുന്നു. അന്ന് പണ്ഡിറ്റ് നെഹ്റുജിയെപ്പോലുള്ള ഒരാൾ മാത്രമേ സനാതനമായി സംസാരിച്ചിട്ടുള്ളൂ. എല്ലാവരും ഒന്നിച്ചാണ് തീരുമാനമെടുത്തത്. നമ്മൾ ദളിതർക്കും സംവരണം നൽകിയേ പറ്റൂ. നമ്മുടെ ട്രൈബൽസിനും സംവരണം ലഭിക്കണം. നമ്മുടെ OBCക്കും സംവരണം ലഭിക്കണം. ഭരണഘടനയുടെ ഉദ്ദേശം പോലും ഇത്തരക്കാർ മുന്നോട്ട് വരണമെന്നത് തന്നെയാണ്. അപ്പോഴും അവർ തീരുമാനിച്ചത് മതത്തിന്റെ പേരിലുള്ള സംവരണം നടപ്പിലാക്കേണ്ട എന്ന് തന്നെയാണ്. മതത്തിന്റെ പേരിൽ രാജ്യത്തെ രണ്ടായി തിരിച്ചു. ഇനി ഒരിക്കലും മതത്തിന്റെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോകേണ്ട ആവശ്യമില്ല. സെക്യുലറിസത്തിൽ കൂടിയാണ് മുന്നോട്ട് പോകേണ്ടത്. ഇപ്പോൾ സെക്യുലറിസത്തിനെതിരെയാണ് യുദ്ധം നടക്കുന്നത്. നിങ്ങൾ മതത്തിന്റെ അടിസ്ഥാനത്തിൽ റിസർവേഷൻ നൽകാൻ ശ്രമിക്കുമ്പോൾ സെക്യുലറിസത്തിനെതിരെ നിൽക്കുന്നത് എന്തിനാണ്? ഇത് തന്നെയാണ് രാജ്യവും ചിന്തിക്കുന്നത്.